നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. EFT ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആകർഷണ സിദ്ധാന്ത നിയമം, അതായത് ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വർക്കാവുന്നത്. ഇത് ഈ സിദ്ധാന്തം ശരിക്ക് ഗ്രാവിറ്റി ഒക്കെ വിസിബിൾ ആയതുകൊണ്ട്, കാരണം ഐസക് ന്യൂട്ടന്റെ തലയിലേക്ക് ആപ്പിൾ വീണത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റി, അത് ശരിയാ. പക്ഷെ ഇത് ജീവിതമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ നമ്മൾ അത് ജീവിതങ്ങളെ പഠിക്കുമ്പോഴേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം അത് നമ്മളെ ലൈഫിൽ ഒരാൾക്കും പ്രകടമായിട്ട് കാണാത്തത് കൊണ്ട് ഓരോ കുടുംബത്തിന്റെയും വ്യക്തികളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ ആ വ്യക്തിനോട് ചോദിച്ചു, നിങ്ങള് ലൈഫിൽ സംഭവിച്ച കാര്യങ്ങള്, ആളെയും അവസ്ഥയും ഒന്നും പറയാതെ ഞാനിത് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞോളൂ എന്ന് എന്നോട് എനിക്ക് സമ്മതം തന്നു. കാരണം ഒരാളെ പ്രശ്നങ്ങൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല. അപ്പോ വ്യക്തിക്ക് എന്റെ നമ്പർ കിട്ടുന്നത് ഇതേപോലെ ഒരു ഫ്രണ്ട് കൊടുത്തത്, അവരുടെ ഫ്രണ്ടാണ് കൊടുക്കുന്നത്. ഞാനൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ബന്ധമുള്ള ഒരു ഫ്രണ്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ എന്റെ നമ്പർ കിട്ടിയതിന് ശേഷം എന്നെ വിളിച്ച സമയത്ത് ഭയങ്കര വിഷമത്തിലൂടെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. 4 മക്കളാണ്, 3 പെണ്ണും ഒരാണും. ഒരു മോളെ കല്യാണം കഴിക്കാണ്ട് മറ്റുള്ളതൊക്കെ കഴിഞ്ഞ് മോനെ കല്യാണം കഴിക്കുന്നത് വരെ ഞങ്ങളെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ല, ഇനി നല്ല സ്നേഹത്തോടെ പോയ ഒരു കുടുംബമാണ്. അങ്ങനെ മോൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കുടുംബത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ മരുമകൾ ചിന്തിക്കും അമ്മായിമ്മയും അമ്മോശനും ശരിയില്ല, അമ്മായിമ്മയും അമ്മോശനും ചിന്തിക്കും മരുമകൾ ശരിയില്ല. ഇങ്ങനെയാണ് പ്രകൃതിയ ഉണ്ടാവല്. അങ്ങനെ ഈ പ്രശ്നത്തില് ഈ ഹസ്ബൻഡ് നന്നായിട്ട് ടെൻഷൻ അടിച്ച് ഒരുപാട് രോഗങ്ങളായി അദ്ദേഹം വിട പറഞ്ഞു. മരണപ്പെടുകയും കൂടി ചെയ്തപ്പോ ഈ മകന് ഭയങ്കര സ്ട്രോങ് ആയി. വീട് ഇവലെ ഇറക്കിയിട്ട് ഈ വീട്ടിൽ നിന്ന് ഉമ്മനെയും കല്യാണം കഴിക്കാനുള്ള ഒരു സഹോദരിയെയും ഇറക്കിയിട്ട് ഓനക്ക് കൊടുക്കണം വീട്. കാരണം ഉപ്പ മരണപ്പെട്ടതാണല്ലോ, അപ്പൊ അവനും ഒരു വിഹിതമുണ്ട്, എനിക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ മകൻ വല്ലാതെ ശല്യം ചെയ്യുകയും അങ്ങനെ കുടുംബങ്ങളൊക്കെ ഒത്ത് പഞ്ചായത്തൊക്കെ വെച്ച് അങ്ങനെ മകന് ഇപ്പൊ വിട്ടു നിന്നിനി കുറച്ചു കാലം. ഇപ്പൊ വീണ്ടും അവൻ കേസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി വളരെ തകർന്ന ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് നീക്കണം, ഭർത്താവുള്ള അന്ന് നല്ല അന്തസ്സോടു കൂടി അദ്ദേഹം ജോലിക്ക് പോയി മാന്യമായി നല്ലോണം കെയർ ചെയ്ത് വളർത്തിയ ഒരു കുടുംബമാണ്. ഈ ഭാര്യ ഒരു ദിവസം പോലും ഒരാളെ വീട്ടിലേക്കോ എന്തോ പണിക്കോ ഒന്നും പോകേണ്ട ഒരാവശ്യം ഉണ്ടായിട്ടില്ല ഈ സഹോദരിക്ക്. അപ്പൊ ഇങ്ങനെ ഭർത്താവ് മരണപ്പെട്ടു, മകൻ ഭയങ്കര പ്രശ്നമായിട്ട് മാറി. എന്ത് ചെയ്യണം, ഇനി ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ കൂടെ ഒരുപാട് രോഗങ്ങളുണ്ട് ഈ വ്യക്തിക്ക്. ഷുഗറായിട്ടും പല പ്രശ്നങ്ങളും വേദനകളായിട്ടും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ഒരു ചോദ്യചിഹ്നം ഇദ്ദേഹത്തിന്റെ മുന്നിൽ ജീവിതം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് പറയുന്നത് ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. എന്റെ വീഡിയോസ് ഒക്കെ കേൾക്കുന്ന അധികം ആളുകളും ഒരുപാട് ഇഷ്യൂസിലൂടെ പോകുന്നവരാണ് എന്ന് എനിക്ക് കമന്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു പാഠമായിക്കോട്ടെ. ലൈഫിൽ നമ്മൾ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും പല അനുഭവങ്ങളും ഉണ്ടാവും എന്നുള്ള ഒരു സംഗതി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരുടെ സമ്മതത്തോടെ ഇത് പറയുന്നത്. അങ്ങനെ അവര് എന്നെ കോണ്ടാക്ട് ചെയ്തത് മുതൽ പിറ്റേന്ന് തന്നെ ഞാൻ മെഡിറ്റേഷൻ കൊടുക്കുന്ന ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയും എന്നും ആ വ്യക്തി മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യും. അവരാണ് പലപ്പോഴും ഞാൻ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാറ്, എൻ്റെ ഷുഗർ കുറഞ്ഞു, ഇപ്പൊ ഞാൻ ഷുഗറിന് മരുന്ന് കുടിക്കണില്ല, എൻ്റെ ശരീരവേദനകളൊക്കെ കുറഞ്ഞു, ഇപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമുണ്ട്, എൻ്റെ മനസ്സ് സ്ട്രോങ് ആയി
ഇപ്പൊ മോൻ എന്ത് ചെയ്താലും അല്ല ആരെന്ത് ചെയ്താലും എനിക്കൊരു പ്രശ്നവുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പലപ്പോഴും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും, പിന്നെ എൻ്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് 15 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ ഒന്നും കൂടി വിൽ പവറും നല്ല നല്ല തീരുമാനങ്ങളും അതിൽ കുറെ ടെക്നിക്കുകൾ പറയണ്ടല്ലോ. അങ്ങനെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, എനിക്ക് എവിടെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട്, ഒരാളോടും കൈ നീട്ടാതെ അന്തസ്സായി ജീവിക്കണം, അതുകൊണ്ട് എനിക്ക് എങ്ങനെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വ്യക്തിക്ക് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള വിഷ്വലൈസേഷന്റെ പല സംഗതികളും പറഞ്ഞ് മനസ്സിലാക്കുകയും, നിങ്ങളൊരു നിരാശയും കൊടുക്കാതെ ഒരു വിഷമവും കൊടുക്കാതെ ശുഭപ്രതീക്ഷയോടെ നല്ലൊരു ജോലി ലഭിക്കുന്നതായിട്ടും, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ജോലി ലഭിക്കുന്നതായിട്ടും, അവിടെ ജോലി ചെയ്ത് സാലറി വാങ്ങുന്നതായിട്ടും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണണം എന്നെല്ലാം എല്ലാവിധ സപ്പോർട്ടും ഒരു സ്വന്തം ജ്യേഷ്ഠത്തിയെ പോലെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഞാൻ കൂടെ നിന്നു. അങ്ങനെ ആദ്യം തകർന്നടിഞ്ഞ് ഒരുപാട് നിരാശയോടെ ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു അറ്റമില്ലാതെ, കാരണം സ്വന്തം ജീവിതം മുന്നോട്ട് പോകണം, ഒരു മോളെ കാര്യങ്ങളും മുന്നോട്ട് പോകണം, കല്യാണം കഴിഞ്ഞവരുടേതാണ് പ്രശ്നമില്ലാത്തത്. അപ്പൊ ഇങ്ങനെ ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന സമയത്താണ് ഞാനുമായിട്ട് കണക്ഷൻ ഉണ്ടാവുന്നതും, ഇങ്ങനെ പല മെത്തേഡുകളും ഞാൻ കൊടുക്കുന്ന ക്ലാസ്സിലൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും അതിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനെ ഉയർത്തണം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായി ആ വ്യക്തി ക്ലാസ്സുകളെല്ലാം മനസ്സിലാക്കി ഈ EFT-യിലൂടെ, ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിലൂടെ തൻ്റെ ഉള്ളിലുള്ള എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് കളഞ്ഞ് അങ്ങനെ ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങളും അങ്ങനെ ചെയ്തതിന് ശേഷം മോനൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. ഒരു മകൻ ഒരു ഉമ്മയോട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഈ മകൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇഷ്ടക്കേടുകൾ വരുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും. ഇങ്ങനെ എല്ലാ ടെക്നിക്കുകളും പ്രയോഗിച്ചുകൊണ്ട് അവര് ധൈര്യത്തോടെ ജീവിക്കണം, ഒരാളിൽ നിന്നും ഒന്നും വാങ്ങാതെ. എൻ്റെ എല്ലാ ക്ലാസ്സും കേൾക്കും. ഒരാളെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കണം എന്ന ഒരു തീരുമാനമെടുക്കുകയും, അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ അറിവിൽ എവിടെയെങ്കിലും എനിക്ക് പറ്റിയ എന്ത് ജോലിയും ഷോപ്പിലാവട്ടെ ഏതായാലും ഞാൻ എടുക്കാൻ തയ്യാറാണ്, എനിക്ക് ഒരു ജോലി വേണം, എൻ്റെ മോളെ കാര്യങ്ങളൊക്കെ നോക്കണം, എനിക്കും അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ ഒരു ജോലിയിൽ ആ വ്യക്തി പ്രവേശിച്ചു. ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആ വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രയാസങ്ങൾ, ഇങ്ങനത്തെ ഇഷ്യൂസുകൾ. നമ്മൾ വിചാരിക്കും പോലെയല്ല നമ്മുടെ ജീവിതം മുന്നോട്ട് പോകല്. നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത്. ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാരണം, ഒരുപാട് പെൺകുട്ടികൾ ഭർത്താവിന്റെ ഉമ്മയാൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ ഭർത്താവിന്റെ ദുസ്വഭാവങ്ങൾ കാരണം പെട്ടെന്ന് ദേഷ്യം പിടിക്കുക തുടങ്ങിയ സ്വഭാവങ്ങൾ കാരണം വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത അവസ്ഥകളാണ് ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഉണ്ടാവുക. പക്ഷെ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് വേണം എന്ന ചിന്ത കൊടുക്കാതെ, ഈ പ്രശ്നത്തെ ഞാൻ തൻ്റെ അടുത്തോടു കൂടി നേരിടും, അതിനുള്ള എല്ലാ ടെക്നിക്കുകളും പ്രയോഗിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള എന്നെ വിഷമിപ്പിച്ചതും സങ്കടപ്പെടുത്തിയതുമായിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതം അന്തസ്സോടെ ജീവിക്കണം. എൻ്റെ പ്രശ്നം, കാരണം നമ്മൾ ആ വിഷമത്തിൽ നിൽക്കുമ്പോൾ, ആ നിരാശയിലും ദുഃഖത്തിലും വിഷമത്തിലും നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മോചനം കിട്ടുന്നില്ല. നമുക്ക് പ്രശ്നങ്ങൾ കൂടി വരികയാണ് ചെയ്തത്. ഇപ്പൊ ഈ സഹോദരിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്തത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ആ സംഭവത്തിൽ നിന്ന് എന്താ മനസ്സിലായത്? ആകർഷണ സിദ്ധാന്ത നിയമം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ വർക്ക് ചെയ്തു? നിങ്ങൾക്ക് എന്താ മനസ്സിൽ? ചില ആളുകൾ ഇപ്പൊ കയറിയത് കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. കേട്ട ആളുകൾ ഒന്ന് പറഞ്ഞേരി, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ആകർഷണ സിദ്ധാന്തം എങ്ങനെയാണ് വർക്ക് ചെയ്തത്? ടാപ്പിംഗ് ചെയ്ത് മനസ്സിലുള്ള ടാപ്പിംഗ് ചെയ്ത് മനസ്സിലുള്ള
ടാപ്പിംഗ് യെസ്. ചെയ്ത് ആ മനസ്സിലുള്ള വിഷമം കളഞ്ഞു. ആ ആ വ്യക്തി അറിവ് ലഭിക്കുന്നതിന് മുന്നേ, ഈ അറിവ് ലഭിക്കുന്നതിന് മുന്നേ ആ വ്യക്തി സങ്കടങ്ങളിലും നിരാശയിലും ഇനി എന്ത് ചെയ്യും, ആരുണ്ട് എനിക്ക്, എന്റെ കുടുംബം, എന്റെ ജീവിതം, എന്റെ മോളെ കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ എങ്ങനെ നോക്കും, ആരോട് പൈസ ചോദിക്കും തുടങ്ങിയ നെഗറ്റീവ്. കാരണം ഈ മോന്റെ പ്രശ്നത്താലെ വിഷമത്തിലൂടെയാണ് ആ സഹോദരി പോകുന്നത്. അപ്പൊ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ നെഗറ്റീവ്, സോറി, നമ്മുടെ എനർജി നെഗറ്റീവ് ആവും സ്വാഭാവികമായിട്ടും. അങ്ങനെ ആ വ്യക്തി ആ നെഗറ്റീവിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇത്തരം അറിവുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ, ഇപ്പോഴും ആ സഹോദരി കൂടുതൽ രോഗിയായിക്കൊണ്ട് പ്രഷറും ഷുഗറും ഒക്കെ കൂടി ഒരുപാട് വേദനകളുമായി രോഗത്തിൽ നിന്നും രോഗത്തിലേക്കും സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് സാമ്പത്തിക പ്രയാസത്തിലേക്കും മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ജീവിതം ഇരുളടഞ്ഞ രൂപത്തിൽ, കൂടുതൽ പ്രയാസകരമായ രൂപത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ സഹോദരി ഉണ്ടാവുക. അപ്പോൾ 4-5 മാസങ്ങൾക്ക് മുന്നേ ഞാനുമായിട്ട് കോണ്ടാക്ട് തുടങ്ങി, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ജീവിതമാകുമ്പോൾ അതൊക്കെ ഉണ്ടാവും, ഞാനും അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരാളാണ്, ഇതൊക്കെ നമ്മുടെ സന്തോഷങ്ങളാണ് എന്ന് മനസ്സിലാക്കി ഇതേപോലെയുള്ള അറിവുകളും മെഡിറ്റേഷനും EFTയും ഒക്കെ ചെയ്ത് ആ വ്യക്തിയുടെ ജീവിതത്തെ, ഈ EFT ഒക്കെ ചെയ്തപ്പോഴാണ് മനസ്സിലുള്ള തിങ്ങലുകൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സന്തോഷം ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ദിവസം മെഡിറ്റേഷൻ ഇല്ലെങ്കിൽ എന്നെ വിളിക്കും, എന്തെന്നില്ലാതിരുന്നത് എന്ന് ചോദിച്ചു. അത്ര എന്നും മെഡിറ്റേഷനിലും ഇതിലും ഒക്കെ പോകുന്ന, എന്റെ കൂടെ പോന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലെ സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയും. അപ്പൊ അതിനൊക്കെയുള്ള ആശ്വാസം കൊടുത്തുകൊണ്ട് ഇന്നിപ്പോ ആ വ്യക്തി സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ നമ്മൾ ദുഃഖമുള്ള, നിരാശയുള്ള അവസ്ഥയിലൂടെ പോകുമ്പോൾ അത് തന്നെയാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പരാജയമുള്ള, പ്രയാസമുള്ള, പ്രശ്നങ്ങളുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും. അപ്പോൾ ഇത്തരം ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെ ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ, അങ്ങനെ വേറെ ഓരോ സംഗതി NLP ഇതിലൂടെയൊക്കെ പുറത്തേക്ക് കളയുമ്പോൾ, പക്ഷെ NLPനേക്കാളും റിസൾട്ട് EFTക്കാണ്. കാരണം ഞാൻ അത് രണ്ടും ചെയ്തത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മശക്തിയെ നമ്മൾ സംസ്കരിക്കുമ്പോൾ, നമ്മൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുമ്പോൾ, ചിന്തകളെ മാറ്റുമ്പോൾ ലൈഫ് മാറി വന്നു എന്നുള്ളതാണ് ഈ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയത്. ഈ ആകർഷണ സിദ്ധാന്ത നിയമത്തിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പകർന്നു തന്നത്. ഇതുപോലെ പ്രയാസങ്ങളിലൂടെ പോകുന്ന, പല കാരണങ്ങൾ കൊണ്ട് പ്രശ്നത്തിലൂടെ പോകുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും. അപ്പൊ ആ വ്യക്തിക്ക് ഈ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഈ കേസിനൊക്കെ വക്കീലിന് ഇങ്ങനെ പൈസ കൊടുക്കണം. അതിനൊന്നും മാർഗമില്ലാതെ കൂടുതൽ ഇരുളടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും. അപ്പൊ ഇങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടിയത് കൊണ്ട് സമാധാനത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സാധിക്കും. അപ്പൊ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളിലൂടെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, നാം ഇത്തരം ടെക്നിക്കുകൾ പ്രയോഗിച്ച്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആ സങ്കടങ്ങളെ, വിഷമങ്ങളെ പുറത്തേക്ക് കളയുമ്പോൾ പിന്നെ നമ്മളിലുള്ള ആ ബ്ലോക്ക്, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോക്കേണ്ടി വരുന്നത് ഇത്തരം ബ്ലോക്കുകളാണ്. ഇത്തരം സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശകളുമാണ് നമ്മുടെ ബ്ലോക്കായിട്ട് മാറുന്നത്. ഇവിടെ നമ്മൾ ഉള്ളിൽ നിന്നും ഈ ഇമോഷൻസിനെ പുറത്തേക്ക് കളയുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആയിട്ടുള്ള, സന്തോഷമുള്ള ചിന്തകൾ വന്നുകൊണ്ട്, മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് നല്ലൊരു അവസ്ഥയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞവരാണ്. പക്ഷെ നിങ്ങളിത്, ഈ ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളെ ഉള്ളിലുള്ള ഇത്തരം വിഷമങ്ങൾ പുറത്തേക്ക് കളയുമ്പോൾ തീർച്ചയായും നമ്മുടെ ലൈഫിൽ മാറ്റം വരും. പിന്നെ നമ്മുടെ എനർജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? നിങ്ങൾക്കറിയോ എന്താണ് എന്നുള്ളത്? പറയാൻ കഴിയോ? നമുക്ക് സൃഷ്ടാവ് തന്നിട്ടുള്ള ഈ ആത്മശക്തിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പോസിറ്റീവ് ആക്കാം, നെഗറ്റീവ് ആക്കാം. ഏ പോസിറ്റീവ് ആക്കാം, നെഗറ്റീവ് ആക്കാം.
പോസിറ്റീവും ആക്കാം നെഗറ്റീവും ആക്കാം. ഒന്നത് ഞാൻ ഉദ്ദേശിച്ച പ്രത്യേകത അതല്ല. അത് ശരിയാണ്, പറഞ്ഞത് അത് ശരിയാണ്. രണ്ടും ആക്കി മാറ്റാൻ നമുക്ക് തീരുമാനമെടുക്കുന്നതിലൂടെ. പക്ഷെ നെഗറ്റീവായ എനർജിയെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ലേശൊരു പ്രയാസം ഉണ്ടാവും. നമ്മൾ അത്രയും റിസ്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നെവർ മൈൻഡ് ആക്കി ക്യാൻസൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോസിറ്റീവ് ചിന്തകൾ കൊടുത്ത് നമുക്ക് മാറ്റാൻ കഴിയണം. ഇതല്ലാത്ത ഞാൻ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ജീവിത ചുറ്റുപാട് നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് വളർന്ന് ഈ വയസ്സ് വരെ എത്തി. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ എനർജിയും സ്വാഭാവികമായിട്ട് നെഗറ്റീവ് ആവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സംതൃപ്തി ഇല്ലാത്ത, ഉള്ളിലൊരു അസ്വസ്ഥത, പേടി, ബേജാറ്, ആങ്ഷൈറ്റി ഒക്കെ ഉള്ള ഒരു രൂപത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന ഒന്നുകിൽ നമ്മൾ ജീവിക്കുന്നത് പാസ്റ്റിലായിരിക്കും, കഴിഞ്ഞു പോയ അനുഭവങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തെ ആലോചിച്ചിട്ട് എൻ്റെ ഈ അസുഖം ഇങ്ങനെ കൂടിയാൽ ഞാൻ ഇപ്പൊ എന്താവും, സാമ്പത്തികമായിട്ടൊരു ഭദ്രത ഇല്ലെങ്കിൽ കടത്തിലൂടെ ഒക്കെ പോവേണ്ടി വന്നാൽ ഞാൻ എന്താവും, ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഈ മൈൻഡ്ഫുൾനെസ് ഇല്ലാതെ, സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എത്തല്. അപ്പൊ ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് എനർജി, ഇതാണ് പറയുന്ന പ്രധാന പോയിന്റ്. ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇത്തരം എനർജികൾ നമ്മൾ കഴിവിന്റെ പരമാവധി EFT ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ പുറത്തേക്ക് കളയും. പക്ഷെ ആ പ്രാക്ടീസ് നിന്നാൽ, മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ നിന്നാൽ, നമ്മൾ അറിയാതെ വീണ്ടും പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും പലരും പറയലുണ്ട്, ഒരു വല്ലാത്ത അസ്വസ്ഥത ഇടക്കിടക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ശരിക്ക് ശ്രദ്ധ കൊടുക്കണം, നമ്മുടെ എനർജി നെഗറ്റീവ് ആകുന്നുണ്ടോ. പിന്നെ ഒരു സ്റ്റാൻഡിൽ എത്തിയാൽ, ഇപ്പൊ എനിക്കൊന്നും അങ്ങനെ സംഭവിക്കണില്ല, കാരണം അത്രയും നമ്മൾ പല ടെക്നിക്കുകളും പ്രയോഗിക്കുന്നത് കൊണ്ടും ഇതിനെ ഒരിക്കലും നമ്മൾക്ക് നെഗറ്റീവ് ആക്കിയാൽ പരാജയമാണ് ലൈഫിൽ ഉണ്ടാവുക എന്ന് മനസ്സിലായത് കൊണ്ടും അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യും. അപ്പൊ ഇങ്ങനെ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ എനർജിയെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ പറ്റും, ആത്മശക്തിയെ. എന്നാൽ ഒന്ന് നമ്മൾ മെഡിറ്റേഷനും അതും ഇതൊക്കെ ഒന്ന് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ, ടാപ്പിംഗ് ചെയ്യുന്നതൊക്കെ, മുന്നോട്ട് നീക്കുന്നതൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് വീണ്ടും നെഗറ്റീവിലേക്ക് ആകുവാനുള്ള എനർജി, നെഗറ്റീവ് ആകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴും ദിവസവും രാവിലെ അല്ല ഉച്ചക്ക് വൈകുന്നേരം നമ്മൾ ഒഴിവ് കിട്ടുന്നതിനനുസരിച്ച് നമ്മളെ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മൾ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ തീരൂല. അത്രയും പ്രശ്നങ്ങളുണ്ട്, അത്രയും വിഷമത്തിലൂടെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം നിങ്ങൾ നന്നായിട്ട് പരിഗണിക്കണം. നമ്മുടെ എനർജി നെഗറ്റീവിലേക്ക് മാറുന്നുണ്ടോ, പോസിറ്റീവിൽ തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പോസിറ്റീവിലൂടെ പോകുവാൻ എന്നും, ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ ആളുകളൊക്കെ ദിവസവും എന്ത് ചെയ്യണം, 10 ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറഞ്ഞുകൊണ്ടുള്ള 10 കാര്യങ്ങൾ എഴുതണം. ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അതുപോലെ രാവിലെ എണീറ്റുടനെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നടത്തുക. അതെന്ന് വെച്ചാല് വീടിന്റെ ചുറ്റുമോ അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും പുറത്തേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നന്നായി നന്ദി പറഞ്ഞുകൊണ്ട് നടക്കുക ഒരു 10 മിനിറ്റ്. ഈ വിശാലമായ ആകാശത്തെ, ഒന്നുമില്ല നമ്മുടെ വീടിന്റെ അപ്സ്റ്റെയറിലെങ്കിലും പോയിട്ട് ചുറ്റിലും ഒന്ന് നടക്കുക. അപ്പൊ നമുക്ക് നല്ല നല്ല ഓക്സിജൻ, നല്ല വായു ശ്വസിച്ചുകൊണ്ട്, നല്ല ചിന്തകൾ കൊടുത്തുകൊണ്ട്, ആകാശത്തെയും ഭൂമിയെയും ഒക്കെ കണ്ട് ഈ കാഴ്ച കിട്ടിയതിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട്, അതേപോലെ കേൾക്കാൻ, പക്ഷികളുടെയൊക്കെ സൗണ്ട് കേൾക്കും രാവിലെ ആകുമ്പോൾ, ഇതൊക്കെ കേൾക്കാൻ കഴിയുന്നതിന്
നമ്മളല്ല ഈ കഴിവ് നേടിയത്, നമുക്ക് തന്നതാ. നമുക്ക് ഒരു ശക്തിയുടെ അനുഗ്രഹം കാരണം, ആ ശക്തിയുടെ തീരുമാനപ്രകാരം നമുക്ക് കിട്ടിയതാണ് ഇത്തരം കഴിവുകൾ. ഇതൊന്നും നമ്മൾ എഴുതി അപേക്ഷ എഴുതി കൊടുത്ത് വാങ്ങിയതല്ല. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമുക്കൊന്നും കൂടി ബ്രെയിനിലേക്ക് നമ്മുടെ ന്യൂറോൺസിനെ സെറ്റാക്കാൻ കഴിയും. നെഗറ്റീവായ ന്യൂറോൺസ് ആണെങ്കിൽ പോസിറ്റീവിലേക്ക് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയും. രാവിലെ എണീറ്റ് ഒരു 10 മിനിറ്റ് നടന്നതിന് ശേഷം, നന്ദി പറഞ്ഞുകൊണ്ട് നടന്നതിന് ശേഷം ഇത് എഴുതുക. അപ്പൊ നമുക്ക് നല്ലൊരു എനർജറ്റിക് ഫീൽ ചെയ്യുകയും നമ്മുടെ ന്യൂറോൺസിനെയൊക്കെ പലപ്പോഴും നന്ദി പറയുന്നതിൽ നിലനിർത്താൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ എനർജി പോസിറ്റീവായി മാറിയാൽ പിന്നെ നമുക്ക് അട്രാക്ഷൻ സംഭവിക്കുന്നത്, നമുക്ക് സന്തോഷമുള്ള ഓരോ ചിന്തകളാണ് നമുക്ക് ഉള്ളിൽ വരിക. കഴിഞ്ഞതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയും കൂടുതൽ കൂടുതൽ സന്തോഷമുള്ള ചിന്തകൾ വന്നുകൊണ്ട് സന്തോഷത്തിൽ നിലനിൽക്കുവാനും അതിലൂടെ രോഗപ്രതിരോധ ശേഷി ശക്തമായി പോസിറ്റീവ് ഹോർമോൺസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നല്ല ഹെൽത്തിനെ തിരിച്ചു പിടിക്കാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണ് എന്നുള്ളത് അറിയിക്കുക. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും ഒരു ഗുണപാഠമുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, നമ്മളെ EFTന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മുംതസിന്റെ അനുഭവം എന്താ പറയാൻ കഴിയോ? മുംതസേ, ഈ 12 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിണല്ലോ കുറച്ച് മാസം മുന്നേ. ഹലോ, ഹസീനക്ക് എന്താണ് അനുഭവം? ദിവസമില്ലാന്ന് തോന്നുന്നു. ഹസീന, ഹലോ. പിന്നെ കുറെ മാറ്റമുണ്ട് ടീച്ചറെ. ഇടയ്ക്ക് നെഗറ്റീവ് വരും. ആ അങ്ങനെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും നല്ല അന്നലെ മാറ്റം. മിനിയാന്നിട്ടൊരിച്ച ഒരു അനുഭവം പറഞ്ഞില്ലേ, അതൊന്ന് പറയും. അത് പിന്നെ എനിക്ക് വയറിന്റെ ഒരു സൈഡ് വേദന വന്നിട്ട് ഞാന് വയറിന്റെ ഒരു സൈഡിന് വേദന. ഓക്കെ. ടീച്ചർ പറഞ്ഞ പോലെ പിന്നെ ഞാൻ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ എനർജി എന്നുള്ള ഒരു ഇത് ഇങ്ങനെ ഇത് കൊടുത്ത് മനസ്സിൽ അതന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടാ ഉറങ്ങിയത്. 2 ദിവസം കൊണ്ടാ വേദന അപ്പൊ ഉറങ്ങാൻ പൂർണ്ണമായിട്ട് മാറി. കഴിഞ്ഞില്ലേ? രാത്രി അത് പറഞ്ഞോട് കിടന്നപ്പോ ഉറങ്ങാൻ കഴിഞ്ഞ്? അതേ, കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് വേദന പൂർണ്ണമായിട്ട് മാറി. രാവിലെ എണീച്ചപ്പോ വേദന മാറി? മാറി. 2 ദിവസം കൊണ്ട് മാറി. 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് അതെ ഫീൽ ചെയ്തു. അപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? ഡോക്ടറെ അടുത്തേക്ക് പോകും. അതെ. അങ്ങനെ മരുന്ന് കഴിക്കും. പിന്നെ അതിലൂടെ നമുക്ക് വേറെന്തെങ്കിലും, ആ വേദന ചിലപ്പോൾ സുഖാവും. അതിന്റെ പകരം അപ്പൊ ഇനി ശ്രദ്ധിച്ചു വെക്കണ്ടേ, ഇങ്ങനെ ഉപബോധ മനസ്സിന്റെ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സുഖപ്പെടുത്തുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടി. കാരണം ഞാൻ ഈ വിഷയം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. നമ്മൾ പൊതുവെ മനസ്സിലാക്കിയത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവും, അതിന് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകണം, അതിന് മരുന്ന് കുടിക്കണം. എന്നിട്ട് ഈ മരുന്നുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മുടെ ആന്തരികാവയവങ്ങളെ തകർത്തുകൊണ്ട് നമുക്ക് മാരകമായിട്ടുള്ള രോഗങ്ങളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ ലക്ഷങ്ങളാണ് ഡയാലിസിസിനായിട്ടും അല്ലെങ്കിൽ കീമോക്കായിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. ഇങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ മരുന്നിനെ പറ്റി കുട്ടികളിലും നമ്മളിലും ഒക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്ന് അറിയാന് ഞാൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരിക്കല് എൻ്റെ മോനും അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ മോനും ഇതേപോലെ ചുമ വന്ന്, രണ്ടാൾക്കും ഒരേ ദിവസം ഒരേ സമയത്താണ് ചുമ. അതും
അനിയന്റെ മോന് ഭയങ്കര സൗണ്ടിലാ, ഓനും ഇവിടെ തന്നെയാണ് എപ്പോഴും ഉണ്ടാവല്, എന്റെ വീട്ടിലുണ്ടാവല്. അങ്ങനെ ഈ ചുമ വന്നപ്പോ ഞാൻ പൊതുവെ മക്കളോട് പറയും, നിങ്ങളെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിന് ഹീലിംഗ് പവർ ഉണ്ട്. പടച്ച റബ്ബ് ഉമ്മയുടെ വയറ്റിലുള്ള സമയത്ത് അള്ള തന്നപ്പോ, സൃഷ്ടാവ് തന്നപ്പോ അതിന് ഈ കഴിവുകളൊക്കെ ഉണ്ട്, അത് ഉപയോഗിച്ചോളി എന്നാണ് മക്കളോട് പറയല്. ഇപ്പൊ എന്റെ വലിയ മോനൊക്കെ ഭയങ്കര ഒരു പനിയിലൂടെ കണ്ടാൽ നമ്മളൊക്കെ പേടിച്ചു പോകും. അത്രയും ഞാൻ തന്നെ ഇത്ര പ്രാവശ്യം അവനോട് പറഞ്ഞേ, മോനെ പോയി ഡോക്ടറെ കാണിക്കുന്നു. പക്ഷെ അതുവരെ ഓന് ഏഹ് എന്തോ ഓന് തലച്ചോറിനൊക്കെ എന്തോ ആവുന്ന രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര പറഞ്ഞിട്ടോ പോയതുമില്ല, ഒരു മരുന്നും കുടിക്കാതെ സുഖമായും ചെയ്ത്. അപ്പൊ ഇതിങ്ങനെ അടുത്തിലേ ഇവര് കേൾക്കുന്നത് കൊണ്ട് വലിയ മോൻക്കൊക്കെ അതിങ്ങനെ ഇതായിന്. പടച്ചോനെ അനുഗ്രഹിക്കട്ടെ. കാരണം മരുന്നും ആശുപത്രിയും ഇതൊക്കെ എന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് ശീലമില്ലാത്തത് കൊണ്ട് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ ഞാൻ ഇവര് രണ്ടാളും ഇങ്ങനെ ചുമക്കണ സമയത്ത് ഞാൻ എന്റെ മോനോട് പറഞ്ഞേ, അങ്ങനെ അടി ചിന്തിച്ചോ, അങ്ങനെ അടി വിശ്വസിച്ചോ, എനിക്ക് സുഖാവും മോനെയാ. എന്നപ്പോ മറ്റോനെ മറ്റവന്റെ ഉമ്മ അവനെ കൊണ്ടുപോയി കാണിക്കുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ എന്റെ മോൻ എന്നോട് പറഞ്ഞേ, അറിഞ്ഞുമ്മ, അതിനാന്റെ പേര് പറഞ്ഞിട്ട്, അതിനാന്റെ അമ്മായി എന്നാ വിളിക്കല്, ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് തൊള്ളയിൽ ഒഴിച്ചു കൊടുത്ത്, നിങ്ങളൊക്കെ ഒരു ഉമ്മയാണല്ലോ എന്ന് പറഞ്ഞു എന്നോട്. നിങ്ങളൊക്കെ എന്നല്ല, നിങ്ങളും ഒരു ഉമ്മയാണല്ലോ, നിങ്ങൾ എന്താ ചെയ്തത് എന്നുള്ള അർത്ഥത്തിലാണോ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന് ഒരു മറുപടി കൊടുത്തില്ല. അങ്ങനെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒരു 1.5 മാസമൊക്കെ ആയപ്പോ ഈ അനിയന്റെ മോന് വീണ്ടും ചുമ വന്ന്. എന്റെ മോന് ഒരു 2 ആഴ്ചയോളം ചുമച്ച് ഓനത് അങ്ങനെ തന്നെ അത് സുഖമായി, മരുന്നൊന്നും കൊടുക്കാതെ തന്നെ അത് ശരിയായി. 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ അനിയന്റെ മോന് വീണ്ടും സെയിം ഇതില് ഭയങ്കര ചുമ, ആദ്യത്തേലും കുറച്ച് കൂടുതലായിക്കൊണ്ട് ചുമ വന്ന്. അപ്പോ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയില്ല, അങ്ങനെ കുറച്ച് ദിവസം ചുമ കൊണ്ട് നടന്ന് പിന്നെ സുഖമായി. പിന്നുണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോ വീണ്ടും അനിയന്റെ മോന് ചുമ വന്ന്. അപ്പൊ ഞാൻ എന്റെ മോനോട് ചോദിച്ചു, മോനെ, ഇപ്പോ ഏത് ഉമ്മക്കാണ് സ്നേഹം? അതിനാന്റെ ഉമ്മക്കാണോ നിന്റെ ഉമ്മക്കാണോ സ്നേഹം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോ ആദ്യം അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാനൊന്നും മിണ്ടില്ല. രണ്ടാമത് ഞാൻ അവന് മറുപടി കൊടുത്തപ്പം അവനും എന്നോടൊന്നും മിണ്ടില്ല. പിന്നെ അനിയന്റെ മോൻ എന്നോട് പറയാണ്, നിങ്ങൾ പറയണത് തന്നെ ശരി, മനസ്സിനോട് പറഞ്ഞാൽ മതി, നാ തന്നെ ശരിയാവും, പാടില്ല ഇനി എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ച്. ഇങ്ങനെയാണ് മരുന്ന് കുടിക്കുമ്പോൾ നമുക്ക് വേറെ രോഗങ്ങളോ അല്ലെ അതന്നെ വീണ്ടും വേറെ രൂപത്തിലോ ഒക്കെ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി ഹസീനക്ക് ശ്രദ്ധിച്ചു നോക്കണ്ടേ, എന്റെ ആ വേദന ഇനി വരുന്നുണ്ടോ, എങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിലുള്ള എനർജി, ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, നമുക്ക് പടച്ചോൻ തന്ന ആ ശക്തിക്ക് എത്രത്തോളം ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇത്തരം അറിവുകളൊന്നും ആരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ് ഞാൻ ഈ 3 ദിവസത്തെ ക്ലാസ് കൊടുക്കുന്നത്. ചെറിയ ഫീസിലാണ് അത് കൊടുക്കുന്നത്, 1000 രൂപ വെച്ചിട്ട്. കാരണം ഇത്തരം അവയർനെസ് കിട്ടി ഈ മരുന്നിൽ നിന്നൊക്കെ ഒരു മോചനം ആളുകൾക്ക് ലഭിക്കണം. എപ്പോഴും രോഗമുണ്ടാകുന്നതിൽ നിന്നും മോചനം ലഭിക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കിയാൽ, അതായത് ഫിസിക്കൽ ഹെൽത്തും സ്ട്രോങ് ആവും. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം സ്ട്രോങ് ആയാൽ ശരീരത്തിന്റെ ആരോഗ്യവും സ്ട്രോങ് ആവും എന്നുള്ള ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കുമ്പോൾ കുറേ മരുന്നിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ കഴിയും. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മളെ രോഗിയാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് നമ്മളെ രോഗിയാക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. നമുക്ക് എല്ലാത്തിനും തീരുമാനം എടുക്കാനും നല്ല നല്ല കാര്യങ്ങൾക്ക് ചിന്തകൾ കൊടുക്കാനും ഒരു ജീവിതത്തിൽ ഒരു നല്ല ലക്ഷ്യം ഉണ്ടായിക്കൊണ്ട് ജീവിതത്തെ മാറ്റിപ്പിടിക്കാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ അതിന് നമ്മളാരും പരിഗണന കൊടുക്കാറില്ല. വേഗം നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ ഉള്ളിലിട്ട് കൊണ്ട് നടന്ന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കി, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാക്കി, എന്നിട്ട് എനിക്ക് രോഗമാണ്, എനിക്ക് വയ്യ, എനിക്ക് അസുഖമാണ് എന്നും പറഞ്ഞ് അഫർമേഷൻ കൊടുത്ത് കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിച്ച് സന്തോഷമുള്ള ഒരു അനുഭവങ്ങളെയൊക്കെ നഷ്ടപ്പെടുത്തി വീണ്ടും രോഗങ്ങളിലേക്ക് പോകുന്നതാണ് നമുക്ക് ചുറ്റിലുമുള്ള
ഒരുപാട് കുടുംബങ്ങളിലും ഒരുപാട് വ്യക്തികളിലും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ വ്യക്തിയുടെ ഒക്കെ അനുഭവം അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിന് വിഷമങ്ങൾ ഉള്ളത് കാരണം ഒരുപാട് രോഗങ്ങളിലൂടെ പോയി ഇത്തരം ടെക്നിക്കിലൂടെ ആരോഗ്യം തിരിച്ചു പിടിച്ച് നല്ലൊരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ആത്മശക്തി, ഈ ജീവിതം, ഈ എനർജി, ഈ റൂഹ്, ആത്മാവ്, ഇതിനെ രോഗിയാക്കണോ, ആരോഗ്യത്തിലൂടെ മുന്നോട്ട് നയിക്കണോ, സന്തോഷത്തിലൂടെ ജീവിക്കണോ, ദുഃഖത്തിലൂടെ ജീവിക്കണോ, പരാജയങ്ങളും പരാതികളും പ്രശ്നങ്ങളുമായിക്കൊണ്ട് ജീവിക്കണോ, അല്ലെങ്കിൽ ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് നമ്മുടെ കയ്യിലാണ്. താക്കോല് പടച്ചോൻ നമ്മളെ കയ്യിലേക്ക് ഇങ്ങോട്ട് തന്നതാ, ജീവിതത്തിന്റെ താക്കോല്. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാം. ആരും ഒന്നും പറയൊന്നുമില്ല. അവസാനം വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു 40 വയസ്സ്, 45, 50 ആവുമ്പോൾ ഒരുപാട് രോഗങ്ങളായിക്കൊണ്ട് മര്യാദ എണീക്കാനും നടക്കാനും ഇരിക്കാനും കഴിയാതെ മരുന്നുകൾ കുടിച്ച് 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 ഇങ്ങനെ ജീവിക്കാം. ആരും ഒന്നും പറയൊന്നുമില്ല, പക്ഷെ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അന്നേരം. നേർവിപരീതമായി കൊണ്ടും നമ്മുടെ കാര്യങ്ങളെ നീക്കാം. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്ത്, മനസ്സിന്റെ ആരോഗ്യം വലിയ ഒരു ഘടകമാണ്. അപ്പൊ ഈ മനസ്സിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, സെൽഫ് അഫർമേഷൻ കൊടുക്കണം. സ്വന്തത്തോട് തന്നെ നമ്മൾ അഫർമേഷൻ പറയണം. ഞാൻ ആരോഗ്യവതിയാണ്, സന്തോഷവതിയാണ്, സമാധാനമുള്ള വ്യക്തിയാണ്, എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു പിടിക്കണം. കൂടുതൽ അള്ളാഹ് എത്ര കാലമാണോ എനിക്ക് ആയുസ് ഇട്ടത് അത്രയും ജീവിക്കാൻ കഴിയണം. അള്ളാഹ് ജീവിത ആയുസിന്റെ അത്രയും എനിക്ക് ജീവിക്കാൻ കഴിയണം. അതിനു മുന്നേ ഒരുപാട് മരുന്നുകൾ കുടിച്ച് എൻ്റെ ശരീരത്തെ തകർത്ത് തരിപ്പണമാക്കി ഞാൻ ജീവിക്കൂല. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്ത് ഈ അഫർമേഷൻ കൊടുത്ത് കൊടുത്ത് പിന്നെ നല്ല ഒരുപാട് മെഡിറ്റേഷനുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം മെഡിറ്റേഷനുകളൊക്കെ ചെയ്തുകൊണ്ട് EFT ഒക്കെ നിങ്ങൾ പഠിച്ചവരാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യത്തെ എന്തായാലും തിരിച്ചു പിടിക്കാൻ കഴിയും. തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞത്. റംല, നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ അന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ കാൽമുട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. 6 മാസത്തിലധികമായി ഇപ്പൊ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട്. പിന്നെ എന്തായി വിശേഷങ്ങള്? ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നോ? ഹലോ, ഓണാക്കാൻ കഴിയുന്നില്ലേ മൈക്ക്? റംല CP ഓണാക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. മുംതസിന് ഓണാക്കാൻ കഴിയുണ്ടോ? ഹലോ, ആ റംല ഓണാക്കീനല്ലോ. പറഞ്ഞോളി. ഹലോ, അസ്സലാമലൈക്കും. പറഞ്ഞോ. അൽഹംദുലില്ലാ, അന്നേരം കുറെ ആശ്വാസം തന്നെയാണ്. ഓപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഓപ്പറേഷൻ എന്നാലും ഞാൻ ചെയ്തില്ലല്ലോ. ഓപ്പറേഷൻ ഇല്ല, ചെയ്തില്ലല്ലോ. ഇല്ലല്ല. ഓക്കെ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു വേദന ഇതൊക്കെ തരുമ്പോൾ ഞാൻ ആദ്യം ആ വേദന ഉണ്ട് പിന്നെ അത് വിഷയാക്കാദ്യം കണ്ട് ഞാൻ ആ ഒരു മൈൻഡിൽ നിന്നിട്ട് ഒഴിവാക്കിയിട്ട് ഞാനവിടെ പോകും. ഞാൻ പോണേലെ പോകും. ഞാൻ എന്റെ ഇതുമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇന്ന് വരെ ഒരു കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി പിടിച്ചുകൊണ്ട് ഇപ്പൊ EFT ചെയ്യലുണ്ടോ? ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്കൊന്നും ഇതിന്റെ ഇടയിൽ റമദാനൊക്കെ ആദ്യം ഒരു കുറച്ച് വിട്ടീനി. പിന്നെ ഇപ്പൊ വീണ്ടും ഒക്കെ തുടങ്ങി. ഇടക്ക് വിട്ടു കഴിഞ്ഞല്ലേ? പിന്നെ ഇപ്പൊ ഷുഗറിന്റെ ഗുളികയൊക്കെ എത്രയാണ് കുടിക്കുന്നത്? അതൊക്കെ കുറച്ചൊക്കെ കുറച്ചിന്. ഇപ്പൊ എത്രണ്ണുള്ളത്? ഇപ്പൊ എത്രണ്ണ കുടിക്കണേ? 2 എണ്ണം. ആ 2 എണ്ണത്തുമൊന്നും ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞില്ലേനോ? പോരണം ഇൻഷാ അല്ലാഹ്. അല്ല 5 എണ്ണത്തുമൊന്നാ കുറച്ച്. അത് 1.5 കുടിക്കുക. ഈ 2 എണ്ണം ഉള്ളത് തന്നെ 1.5 പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാക്കുക. ഇങ്ങനെ അളവ് ഇങ്ങനെ കുറച്ചിട്ട് ഒരു ദിവസം ഇന്ന് കുടിക്കുന്നുണ്ടെങ്കിൽ നാളെ കുടിക്കാതെ മറ്റന്നാൾ കുടിക്കുക. എന്നിട്ട് നാളെ എന്തെങ്കിലും നാളെ ചിന്ത കൊടുക്കുക, എനിക്കൊരു കുഴപ്പമുണ്ടാവൂല, എന്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അഫർമേഷൻ കൊടുത്തുകൊണ്ട് 2ാമത്തെ ദിവസം കുടിക്കുക. എന്നിട്ട് പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കുടിക്കുക. അങ്ങനെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് തന്നെ ബോധ്യം വരും
കുഴപ്പമൊന്നുമില്ല, ആ എനിക്ക് എന്റെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയിന്, എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അല്ല വിശ്വാസം നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിനെ, ആരോഗ്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ കഴിയും. ശരിയാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഞാനൊരു മെഡിറ്റേഷൻ ഉണ്ട്, അത് കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്. ഏതാ അറിയോ? നമ്മുടെ ജന്മാവകാശമാണ് ആരോഗ്യം എന്നുള്ളത്. നമ്മുടെ ആരോഗ്യം നമ്മുടെ ജന്മാവകാശമാണ് എന്ന്. ആ എന്നാ മെഡിറ്റേഷനും ചെയ്യാം. ആ അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നുണ്ട്. അപ്പൊ ആയിക്കോട്ടെ അതിൽ ഇൻഷാ അല്ലാ. ഞാൻ ആരോഗ്യം എന്നുള്ള വിത്ത് മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാനും അഫർമേഷൻ കൊടുക്കാനൊക്കെയാണ്. ആ ചിന്തകൾ എപ്പോഴും ആരോഗ്യവതിയാണ്, ആരോഗ്യവതിയാണ് എന്നുള്ള ചിന്തകൾ കൊടുക്കാനാണ് അത് ഉള്ളത്. ആ അപ്പൊ അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ആരോഗ്യം നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ്. അത് നമുക്ക് ആരും കൊണ്ടുവന്ന് തരൂല. നമുക്ക് വേറുള്ളതൊക്കെ ഓരോരുത്തർക്ക് തരാൻ പറ്റും. എന്തും ആർക്കും, ഇനി ഭർത്താവിനാകട്ടെ, മക്കൾക്കാകട്ടെ, അയൽവാസികൾക്കാവട്ടെ, നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ അവർക്ക് നിറവേറ്റി തരാൻ പറ്റും. നമ്മുടെ ആരോഗ്യം അവർക്ക് തരാൻ പറ്റുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെങ്കിലും ഇതിന്റെ കിഡ്നിയും ലിവറും ഇതൊക്കെ കൊടുക്കാൻ പറ്റും. എന്നാൽ ഒരു വ്യക്തിന്റെ ആരോഗ്യം കൊടുക്കാൻ പറ്റുമോ മറ്റൊരാൾക്ക്? പറ്റൂല. പറ്റൂല. അപ്പൊ അത് ഈ ഷുഗറിന്റെ ഗുളികയും ഇങ്ങനെ ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒന്ന് കുടിക്കാണ്ടക്ക, എന്നിട്ട് മറ്റന്നാൾ കുടിക്കുക. എന്നിട്ട് നല്ല ധൈര്യം കൊടുക്കുക മനസ്സിന്. അങ്ങനെ ആ ഒന്നും അപ്പൊ കുറച്ച് ഒരു ഗുളിക സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യാം. എന്നിട്ട് 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കുടിക്കുമ്പോ എന്താ ആവണത്, ഒരു കുഴപ്പവും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ തീർച്ചയായിട്ടും എന്താവും, നമ്മുടെ ആരോഗ്യം ഇങ്ങനെ നമുക്ക് തിരിച്ചു കിട്ടി കൂടുതൽ സന്തോഷത്തോടു കൂടി നമുക്ക് ലൈഫിനെ മുന്നോട്ട് നീക്കാൻ പറ്റും. അപ്പോ നിങ്ങൾ അന്ന് എന്നെ കണ്ടുമുട്ടിയതും എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതും ഒക്കെ നിങ്ങൾക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ആയത്? ഉപകാരമായത്. ഉപകാരമായി. അപ്പൊ ഇങ്ങനെ ഈ അളവും കൂടി കുറച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഇനി ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് ചോദിക്കുമ്പോ ഇപ്പൊ ഒരു ഗുളികയെ ഞാൻ കുടിക്കുന്നുള്ളൂ എന്ന് പറയാൻ കഴിയണം. 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം കുറച്ചില്ലേ, ഇനി ഒന്നും കൂടി കുറക്കാൻ കഴിയണം. അതിനുള്ള ടെക്നിക്കാണ് ഈ പറഞ്ഞു തരുന്നത്. എന്നിട്ട് നാളെ കുടിക്കാതിരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഉറച്ചങ്ങോട്ട് വിശ്വസിക്കാം. എനിക്കൊരു കുഴപ്പമില്ലാതിരിക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, അതാണ് വർക്ക് ചെയ്യുന്നത് എന്ന വിശ്വാസം കൊടുത്തുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം മുന്നേ എന്റെ മോന്, ഒരാഴ്ച മുന്നേ എന്റെ മോന് ഭയങ്കര വലിയ മോന് പനിയേനി. അത് ഓനെന്തോ ഭക്ഷണം കഴിച്ചതിൽ വന്ന ഒരു പ്രശ്നമാണ്. രാത്രി എന്തോ ഓന്റെ ക്ലാസ് അല്ല, ജോലി കഴിഞ്ഞ് വരുമ്പോ എവിടുന്ന് ഒരു ഭക്ഷണം കഴിച്ചത് അവന് പറ്റില്ല. അപ്പോ ഓന് പിന്നെ പിറ്റേന്ന് തലയൊക്കെ കറങ്ങ, കാല് നടക്കാൻ പറ്റാതാവുക, അങ്ങനെയൊക്കെ ആയി. എന്നിട്ടും മോന് ആശുപത്രിക്ക് പോവുകയോ മരുന്ന് കൊടുക്കുകയോ ചെയ്തില്ല. എനിക്ക് വരെ പേടിയായിപ്പോയി. ഞാൻ എത്ര ഓനോട് പറഞ്ഞു, മോനെ ഒന്ന് പോയി കാണിക്കാൻ നമ്മള്. അപ്പൊ ഇന്നോന് ഒക്കെ റാഹത്തായി ജോലിക്ക് പോയി. അപ്പൊ നമ്മളെ ഉള്ളിലുള്ള ആ ആത്മശക്തിയിൽ നമുക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം ഓവർടേക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ആ വിശ്വാസം നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇത് നിർത്തിയാൽ എന്തോ ആവുമോന്ന് പേടിക്കുകയാണെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂല. ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താണോ ആശയമായി കൊണ്ട് കൊടുക്കുന്നത് അതിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ആകർഷണ സിദ്ധാന്ത നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് സമ്പത്തിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും അത് പ്രാക്ടിക്കലാണ്, ആരോഗ്യത്തിന്റെ കാര്യത്തിലും പ്രാക്ടിക്കലാണ്, ബന്ധങ്ങളുടെ കാര്യത്തിലും നമ്മൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് തെറ്റോ കച്ചറയോ പിച്ചറയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയായി മുന്നോട്ട് പോകുവാൻ ഈ സിദ്ധാന്തം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാൻ?
സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടേ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഫുള്ള് കേട്ടില്ലെങ്കിൽ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യും. ആ സമയത്ത് ഫുള്ള് കേൾക്കട്ടോ. ഓക്കെ, ഇനി ഞാൻ റെക്കോർഡ് ഓഫാക്കാണ്. നമുക്ക് EFT യിലേക്ക് ടാപ്പിംഗ് ചെയ്യാം കേട്ടോ.